ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ജോ ബൈഡൻ സർക്കാർ ശ്രമിച്ചെന്ന ആരോപണം കോൺഗ്രസിനെതിരെ ആയുധമാക്കി ബിജെപി. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്തിക്കുന്നതുമായ ചില NGO-കൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. ഇന്ത്യയിൽ വോട്ടെടുപ്പ് പ്രോത്സാഹിപ്പിക്കാനുള്ള US സഹായം നിർത്തലാക്കിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ വിവാദമായ പരാമർശങ്ങൾ. ഇന്ത്യയിൽ വോട്ടെടുപ്പ് പ്രോത്സാഹിപ്പിക്കാൻ എന്തിനാണ് അമേരിക്ക $2.1 കോടി ചിലവാക്കുന്നത്? വേണ്ടതിലധികം പണമുള്ള രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ ചിലർ വിജയിക്കാൻ ബൈഡൻ സർക്കാർ ശ്രമിച്ചെന്ന് കരുതുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ട്രംപിന്റെ പരാമർശം BJP നേതാക്കളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾക്കാണ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ അഭിപ്രായങ്ങളും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ വിദേശ സന്ദർശനത്തിനിടെ നടത്തിയ ചില പരാമർശങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രവിശങ്കർ പ്രസാദ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കോൺഗ്രസ് ചെയ്തത് ലജ്ജാകരമായ കാര്യമാണ്. രാഹുൽ ഗാന്ധി വിദേശത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ പരിഹസിക്കുകയും വിദേശത്തുള്ള ജനാധിപത്യ രാജ്യങ്ങളുടെ സഹായം തേടുകയും ചെയ്തു. കോൺഗ്രസ് തുടർച്ചയായി തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നതിനാൽ വിജയിക്കാൻ അദ്ദേഹം പിന്തുണ തേടിയെന്നാണ് ഇതിനർത്ഥമെന്ന് രവിശങ്കർ പ്രസാദ് എടുത്തു പറഞ്ഞു. ഇന്ത്യയിലെ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ സ്വാധീനിക്കാൻ $21 മില്യൺ നൽകുന്നുണ്ടെന്ന് US പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിച്ചു. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരായ ഭീഷണികളെ കുറിച്ച് ജനാധിപത്യ രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നില്ലെന്ന് പറയാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആളുകൾ അവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും ഇന്ത്യൻ ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തുവാനും വിദേശ പണം ഉപയോഗിക്കാൻ അവർ ഗൂഢാലോചന നടത്തുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ വിദേശ പണം നടത്തുന്ന ഈ നഗ്നമായ ഇടപെടലിനെ ഞങ്ങൾ പൂർണ്ണമായും അപലപിക്കുന്നു. ഇത് വളരെ നാണക്കേടുള്ള കാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2024 പൊതു തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുവെന്ന് BJPയുടെ IT സെൽ ഇൻചാർജ് അമിത് മാളവിയും രംഗത്തു വന്നു. USAID ഫണ്ടിംഗ് രാഷ്ട്രീയ ഫലങ്ങളെ സ്വാധീനിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ. UPA സർക്കാരിന്റെ കാലത്ത്, അതായത് 2004 മുതൽ 2013 വരെയുള്ള കാലത്ത് ഇന്ത്യൻ സർക്കാരിന് $204.28 മില്യൺ ലഭിച്ചു. അതേസമയം തന്നെ NGO-കൾക്ക് $2114.95 മില്യൺ ലഭിച്ചു. NDAയുടെ കീഴിൽ സർക്കാർ ഫണ്ടിംഗ് 2015 കണക്കനുസരിച്ച് $1.51 മില്യൺ കുറഞ്ഞു. അതേസമയം NGO ഫണ്ടിംഗ് 2579.79 മില്യൺ വർദ്ധിച്ചുവെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി.